الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ونادى فرعون في قومه قال يا قوم أليس لي ملك مصر وهذه الأنهار تجري من تحتي أفلا تبصرون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഗ്രഹിക്കാനും വളരെ ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും ജീവിതത്തിൽ അവ പുലർത്താനും തയ്യാറാകണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും നമ്മെ ഒരുമിപ്പിക്കുകയും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ ആനുകാലികമായി ആനുഷംഗികമായി ഒരു ചിത്രീകരണം ഓർക്കുകയാണ്. ഗ്ലോബലൈസേഷനെ വിചാരണ ചെയ്യുന്ന സന്ദർഭമാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മൂലധന സാമ്രാജ്യത്വ ശക്തിയുടെ അധികാരത്തിന്റെ സുഗമമായ സ്ഥാപനത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റുകളാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അത് ധനകാര്യ മുതലാളിത്തത്തിൻ്റെയും സഹായത്തിൻ്റെയും വായ്പയുടെയും ഒക്കെ രൂപത്തിലാണ് ആളുകളുടെ ജീവിതത്തിലേക്ക് അധിനിവേശം നടത്താറുള്ളത് എന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നത് സബ്സഹാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിലെ ഒരു പ്രധാന നഗരമാണ് ബമാക്കോ. ബമാക്കോ എന്ന പേരിൽ മാലിയൻ മൗറിത്താനിയൻ ചലച്ചിത്രകാരനായ അബ്ദുറഹ്മാൻ സിസ്സാക്കോയുടെ ഒരു ചിത്രീകരണം. അത് കൃത്യമായിട്ട് ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയായി മാറുന്നുണ്ട്. രണ്ട് വിഭാഗം വക്കീലന്മാർ ഒരു കോടതിയിൽ പരസ്പരം വാദിക്കുകയാണ്. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് ലോകബാങ്കിനും IMFനും വേണ്ടി വാദിക്കുന്നു. മറ്റൊരു വിഭാഗം ആഫ്രിക്കൻ ജനതയ്ക്ക് വേണ്ടി അവരുടെ സംസ്കാരം, അവരുടെ അഭിനിവേശം, അവരുടെ വികാരങ്ങൾ, ഇതിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അക്കൂട്ടത്തിലുള്ള ഒരു വെള്ളക്കാരൻ വക്കീലാണ് ബൗർദൻ.
ഇദ്ദേഹം ഇടയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഈ സ്വകാര്യവത്കൃത ലോകത്ത്, ഈ ഒരു പ്രൈവറ്റൈസ്ഡ് വേൾഡിൽ ഏറ്റവും നിഷ്ഠുരമായ ഒന്നാണ് വേൾഡ് ബാങ്ക്. ലോകബാങ്കിന്റെ സ്ഥാനം അയാൾ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ധനകാര്യ മൂലധന വാഴ്ചയുടെ, ഫൈനാൻസ് ക്യാപിറ്റലിസത്തിന്റെ ട്രോജൻ കുതിര എന്ന നിലക്ക് അതിന് അങ്ങനെ ആവാനേ പറ്റുള്ളൂ. മൂലധന അധികാര ശക്തികൾ പ്രകടിപ്പിക്കുന്ന കരുണയും പ്രഖ്യാപിക്കുന്ന സഹായവും ഒക്കെ കപടമാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ഈ ബമാക്കോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ സിസാക്കോ അമേരിക്കൻ പ്രസിഡന്റിനെയും ലോകബാങ്ക് പ്രസിഡന്റിനെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസ്വാദന ലോകത്ത് വളരെയധികം ചലനം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. അപ്പോഴങ്ങനെ എടുത്തു പറയപ്പെട്ട പേരുകളിൽ ഒന്നാണ് ലോകബാങ്ക് പ്രസിഡന്റ് പോൾ വോൾഫോവിറ്റ്സ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയാണ്, 5 വയസ്സിൽ താഴെയുള്ള 2 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ രോഗബാധയിൽ മരിക്കുന്നതിൻ്റെ പേരിൽ പാരീസിലെ ഒരു സെമിനാറിൽ മുതലക്കണ്ണീരൊഴുക്കിയ ആളാണ് ഈ പോൾ വോൾഫോവിറ്റ്സ്. എന്നാൽ ഇതേ മനുഷ്യനാണ് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നുതള്ളിയ ഇറാഖ് ആക്രമണത്തിന്റെ പിന്നിലെ മുഖ്യ സൂത്രധാരനെന്ന്. അമേരിക്കയുടെ ഇറാഖ് ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ. അദ്ദേഹം അമേരിക്കൻ പൊളിറ്റീഷ്യനും ഡിപ്ലോമാറ്റും ഒക്കെയാണ്. ഈ വോൾഫോവിറ്റ്സ് ഡോക്ട്രൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നെ ഉണ്ട്. ആ ഡോക്ട്രൈനാണ് യഥാർത്ഥത്തിൽ ഇറാഖ് ആക്രമണം പോലുള്ള പദ്ധതികൾക്ക് പിന്നിലുള്ള പ്രോജക്റ്റ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിൽ പറയുന്നത്, ചെറുരാജ്യങ്ങളിലെ സ്വേച്ഛാധിപതികൾ സൂപ്പർ പവർ പദവിയിലേക്ക് ഉയരുന്നത് തടയണം. ഇതാണ് പ്രത്യക്ഷത്തിലുള്ള വർത്തമാനം. ചെറുരാജ്യങ്ങളിലെ സ്വേച്ഛാധിപതികൾ. അപ്പോഴെന്താണ് സ്വേച്ഛാധിപത്യം? അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇപ്പോൾ ഇറാൻ ഒരു വലിയ സംഭവമായിട്ട് വരുന്നു. ഇറാനിൽ നിലനിൽക്കുന്നത് സ്വേച്ഛാധിപത്യമാണോ? പൊതുവെ നമുക്ക് വിയോജിപ്പുണ്ടാകുന്ന ചില രീതികളൊക്കെ ഉണ്ടാവാം അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ പാർലമെന്റ്, മജ്ലിസ്, പ്രസിഡന്റ് ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമല്ല, പൊതുവെ മറ്റു രാജ്യങ്ങളിൽ കാണാത്തൊരു രീതിയും കൂടെ ഉണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരാൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അയാൾക്ക് നിർബന്ധമായും 50% കൂടുതൽ വോട്ട് കിട്ടിയിരിക്കണം. ഒരു 4-5 പേരൊക്കെ മത്സരിച്ചാൽ അങ്ങനെ കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നാൽ ഇതിൽ നിർബന്ധമാണ്. അഥവാ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ 1, 2, 3 സ്ഥാനത്തെത്തുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വീണ്ടും ഇലക്ഷൻ നടത്തും. 50% കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരാൾ പ്രസിഡന്റ് ആവുള്ളൂ. എന്നാൽ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ഭരണഘടനാപരം തന്നെയായിട്ടുള്ള ഒരു അധികാരം അവിടെ ഉണ്ട്, ഒരു സൂപ്പർ പവർ. അതിനാണ് റഹ്ബർ എന്ന് പറയാം, അല്ലെങ്കിൽ സുപ്രീം ലീഡർ. കുറെ കൂടി ഷിയാക്കളുടെ മതകീയമായ ഭാഷയിൽ പറഞ്ഞാൽ വിലായത്തെ ഫക്കീഹ്, വലിയ ഫക്കീഹ്. ഈ വലിയ ഫക്കീഹിന് പാർലമെന്റിന്റെ എല്ലാ നിലപാടുകളെയും വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഇറാന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു വീറ്റോ ഉണ്ടായിട്ടില്ല. പൊതുവെ അത് ഖുമൈനി ആയാലും ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള ഖാമനേയി ആയാലും അവരൊന്നും ഈ മജ്ലിസിന്റെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ പൊതുവെ ഇടപെടാറില്ല. അതെന്തോ ആവട്ടെ. പക്ഷെ ഇതിനേക്കാളൊക്കെ വളരെ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടും അബ്സല്യൂട്ടായിട്ടും മൊനാർക്കിയും ഓട്ടോക്രസിയും നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് അതിൻ്റെ ചുറ്റിലുള്ളത്. പക്ഷെ അതൊക്കെ ഈ US-ന്റെ ഉപഗ്രഹ രാജ്യങ്ങൾ മാത്രമാണ്. അപ്പൊ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, അവിടെ ഒന്നും ജനാധിപത്യവും വേണ്ട. ജനാധിപത്യം വളരെ ഭദ്രമായിട്ട് നിലനിൽക്കുന്ന ഇറാനിൽ ജനാധിപത്യം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അധികാരികൾ സൂപ്പർ പവറായി മാറുന്ന, സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഡോളറൈസേഷൻ പ്രക്രിയയുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം ഇറാനുമായിട്ട് കച്ചവടം നടത്താൻ ഡോളർ നിർബന്ധമില്ല, യുവാലിന് നടത്താം. ഇന്ത്യക്കാരുമായിട്ട് റുപ്പീസിൽ വരെ വിനിമയം നടത്താറുണ്ട് ഇറാൻ. ഡോളറിന്റെ അധികാരം തകർന്നാൽ US-ന്റെ അധികാരം തകരും. ഏറ്റവും പ്രധാനപ്പെട്ട ചേതോവികാരം അതാണ് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായിരുന്നാലും അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞത് വോൾഫോവിറ്റ്സ് ഡോക്ട്രൈനാണ്. എന്നിട്ട് ഇയാൾ ഈ അവതരിപ്പിച്ചിരിക്കുന്ന തത്വശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അതിന് യൂണിലാറ്ററലിസം എന്നാണ് പറയുക. അതായത് ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ.
എന്നാൽ അതിനെ വിളിക്കുന്നത് പ്രീ എംപ്റ്റീവ് മിലിറ്ററി ആക്ഷൻസ് എന്നാണ്. ഒക്കെ മുൻകൂട്ടിയുള്ള ജാഗ്രത. പ്രീ എംപ്റ്റീവും പ്രിവെന്റീവും ഉണ്ട്. പ്രീ എംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം തങ്ങളെ ആക്രമിക്കാൻ സന്നദ്ധമായിരിക്കുന്നു, അങ്ങനെ വരുമ്പോൾ അവർ ആക്രമിക്കുന്നതിന് മുമ്പ് ആക്രമിക്കുക. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സന്നദ്ധമായിരിക്കുന്നു എന്നൊന്നുമില്ല, ആക്രമിച്ചേക്കൊന്ന് ഭയപ്പെട്ടാൽ തന്നെ ചെയ്യുന്നതിനാണ് പ്രിവെന്റീവ് എന്ന് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രീ എംപ്റ്റീവ് എന്ന് പറയുന്നതും വെറുതെ ഒരു വാക്ക് മാത്രമാണ്. ഇതൊക്കെ കാപട്യമാണ്. അതവിടെ മാരകമായ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അമേരിക്കയെ ആക്രമിച്ചു കളയും എന്നൊക്കെ സദ്ദാം ഹുസൈനെ കുറിച്ചോ ഇറാഖിനെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ അത് എത്രമാത്രം വ്യാജമാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടതാണ്. അതുപോലെ ഇപ്പോഴ് ആണവായുധം, ഇതൊക്കെ ആഗോള സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല, പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഇവിടൊക്കെ എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ കൊള്ളരുതാഞ്ഞിട്ട്, അവർ രാസായുധം ഉണ്ടാക്കുന്നത് കൊണ്ട്, അവർ മാരകായുധം ഉണ്ടാക്കുന്നത് കൊണ്ട്, അവരാണ് ആണവായുധം ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ബ്ലെയിമിങ് ദ വിക്ടിം എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അതൊരു പുസ്തകത്തിന്റെ പേരാണ്, ഒരു മനഃശാസ്ത്രജ്ഞൻ എഴുതിയതാണ്, വില്യം ബ്രയാൻ എന്ന് പറഞ്ഞിട്ട്. മനഃശാസ്ത്രജ്ഞനാണെങ്കിലും സാമൂഹികമായൊരു ഇടപെടലാണ്, ശ്രദ്ധിക്കണം. അതായത് മൊയ്നിഹാൻ എന്ന് പറഞ്ഞിട്ടൊരു, ഡേവിഡ് പാട്രിക് മൊയ്നിഹാൻ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ ഡിപ്ലോമാറ്റ്, അയാളൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു, ദ നീഗ്രോ ഫാമിലി ദ കേസ് ഫോർ നാഷണൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നീഗ്രോ, അമേരിക്കയിലെ കറുത്തവരുടെ പക്ഷത്തു നിന്നുണ്ടാകുന്ന, അവരോടുണ്ടാകുന്ന ഈ ഡിസ്ക്രിമിനേഷൻ, അവരോട് കാണിക്കുന്ന അക്രമം, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടാണ്. പക്ഷെ ആ റിപ്പോർട്ടിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര അധികൃതരായതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര കുറ്റവാസനുള്ളവരാണ്, കുറ്റവാളികളാണ്, കൊള്ളരുതാത്തവരാണ് എന്നൊക്കെയാണ്. ഇപ്പൊ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ, കൊള്ളരുതാത്ത ആളുകളുടെ കയ്യിൽ ഭൂമി കൊടുക്കാൻ പാടുണ്ടോന്ന്. അവർ കൊള്ളരുതാത്തവരാണെന്ന് ആരാ പറഞ്ഞത്? നാഗരികരായ നമ്മുടെ ഒരു തീരുമാനമാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നീതിക്കും മനുഷ്യത്വത്തിനും എതിരായിട്ടുള്ള നിലപാടുകളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ലോകക്രമം അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത് ഓർക്കാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് ആദ്യവാരത്തിൽ ഇറാനിലെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബക്കായി എന്നൊരാൾ, അദ്ദേഹം എക്സിൽ കുറിച്ചൊരു വർത്താനം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്റോണിയോ ഗുട്ടറസിനോട് പറയാണ്, അതായത് UN സെക്രട്ടറി ജനറലിനോട് പറയാണ്, ലെറ്റ്സ് കോൾ എ സ്പേഡ് എ സ്പേഡ്. തൂമ്പയെ തൂമ്പ എന്ന് തന്നെ വിളിക്കണം, തൂമ്പയെ തൂമ്പ എന്ന് തന്നെ വിളിക്കണം. ദിസ് ഈസ് നോട്ട് ഫൈറ്റിംഗ്. ഇപ്പൊ നടക്കുന്നത് ഒരു യുദ്ധമല്ല യഥാർത്ഥത്തിൽ. ദിസ് ഈസ് ആൻ അൺപ്രൊവോക്ഡ് ആക്ട് ഓഫ് അഗ്രഷൻ. അത് യാതൊരു പ്രകോപനവുമില്ലാത്ത ഒരു ആക്രമണമാണ്, യാതൊരു പ്രകോപനവുമില്ലാത്ത ഒരു ആക്രമണമാണ് ലോഞ്ച്ഡ് ബൈ 2 ന്യൂക്ലിയർ ആർംഡ് റെജീംസ് അഗൈൻസ്റ്റ് ഇറാൻ. ലോകത്തിലെ 2 ആണവ ശക്തികൾ ചേർന്നിട്ട് ഇറാന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു ആക്രമണമാണ് യഥാർത്ഥത്തിൽ. എന്നിട്ട് പറയണം ആ സമയത്ത് UN എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് വി വർ ഇൻ സീരിയസ് ഡിപ്ലോമാറ്റിക് നെഗോഷിയേഷൻസ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്തിനെക്കുറിച്ച്? ഗ്രേവ് റിസ്ക് ടു ദ ഗ്ലോബൽ ഇക്കോണമി. ആഗോള സമ്പദ് വ്യവസ്ഥ തകരുന്നതിനെ കുറിച്ച്, ഷെയർ മാർക്കറ്റ് ഇടിയുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. 175 കുഞ്ഞു മാലാഖമാരെ മിസൈൽ അയച്ച് തകർത്ത് കൊലപ്പെടുത്തിയിട്ട് അവരുടെ മൃതദേഹങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ഒരു വിങ്ങലായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ? ഷെയർ മാർക്കറ്റ് ഇടിയുന്നതിനെ കുറിച്ചും ആഗോള സമ്പദ് വ്യവസ്ഥ അനുഭവിക്കുന്ന റിസ്കിനെ കുറിച്ചും ഒക്കെയാണ്. എന്തൊരു മനോഹരമായ ലോകമാണല്ലേ എന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നൊരു സംവിധാനം എന്തിനാണ്? ഇതൊക്കെ ആനുകാലികമായ ഒരു പ്രശ്നത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു എന്നേ ഉള്ളൂ. വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഐഡിയോളജീസ് ഓഫ് അരഗൻസ്, അഹങ്കാരത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ചാണ്. അതിന്റെ സാമ്പത്തിക വശങ്ങൾ, ഇതൊക്കെ ഖുർആനിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത് ഈ ചർച്ചകൾ. ഖുർആൻ പറഞ്ഞിട്ടുള്ള ചരിത്രം, ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നീതിയുടെ എത്തിക്സിന്റെ തത്വങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ പ്രോട്ടോടൈപ്പുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു.
ഇതുപോലുള്ള അധികാരങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള പ്രോട്ടോടൈപ്പുകൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ നിഷ്പ്രയാസം തിരിച്ചറിയാൻ സാധിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെറുതെ ഒരു മെറ്റഫർ, ഒരു രൂപകം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. അതായത് പർവ്വത താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമം വളരെ മനോഹരമാണ്. കാരണം എന്തെന്നാൽ പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിന്നുള്ള ഒരു ഉറവയുണ്ട്. ആ ഉറവ അങ്ങനെ ഒഴുകി പല വഴികളിലായിട്ട് ഒഴുകിയെത്തുന്നു ശുദ്ധവും സ്ഫടികം പോലെയുള്ളതുമായിട്ടുള്ള തെളിഞ്ഞ വെള്ളം. അപ്പൊ ആ വെള്ളം അങ്ങനെ ഇതിനൊക്കെ നനക്കുകയും വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ പോലെ അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു. അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു. മനുഷ്യന്റെ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്താണെന്ന് വെച്ചാൽ അത് പ്രകൃതി സ്രോതസ്സുകളാണ്. അതിനുശേഷമാണ് മനുഷ്യന്റെ അധ്വാനം ആ സ്ഥാനത്ത് വരുന്നത് എന്ന് കാണേണ്ടതാണ്. അധ്വാനത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് ലോകത്തെ ഉത്ബോധിപ്പിച്ചിട്ടുള്ള കാൾ മാർക്സ് തന്നെയാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ക്രിട്ടിക് ഓഫ് ഗോഥ പ്രോഗ്രാം എന്നൊരു കൃതിയുണ്ട്. അപ്പൊ അതിൽ പറയുന്നതാണ് അധ്വാനമാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒന്നാം സ്ഥാനത്തുള്ളത് പ്രകൃതിയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് പടച്ചോ നമുക്ക് തന്നതാണ്. അതിന്റെ മേലെ പണിയെടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഹുവ അൻശഅക്കും മിനൽ അർള് വസ്തഅമറക്കും ഫീഹാ, അവനാണ് ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ്. ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സാരം അതാണ്. ഈ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ മുളപ്പിച്ചത്. അമ്പത്തക്കും മിനൽ അർളി നബാത്ത, ഒരു ചെടി മുളപ്പിക്കുന്നത് പോലെ. ആ പ്രയോഗത്തിന്റെ അർത്ഥം അതാണ്. അങ്ങനെ മുളപ്പിച്ചത് പടച്ചോനാണ്. എന്നിട്ടോ ഇസ്തഅമറക്കും ഫീഹ, ഇസ്തഅമറക്കും ഫീഹ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളെ അധിവസിപ്പിച്ചു എന്നർത്ഥമുണ്ട്. സാധാരണ മലയാള പരിഭാഷകളിലൊക്കെ അതാ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇസ്തഅമറ എന്ന് പറഞ്ഞാൽ അതല്ല. അതിന്റെ പരിപാലന ചുമതല നിങ്ങളെ ഏൽപ്പിച്ചു എന്നാണ്. അമറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിർമ്മാണം. ഉംറാൻ എന്നാണ് നാഗരികതയ്ക്ക് ഇബ്നു ഖൽദൂൻ ഉപയോഗിച്ച വാക്ക്. ഉംറാൻ എന്ന് പറഞ്ഞാൽ നിർമ്മിതികളാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള പണിയെടുക്കാൻ, അതിന്റെ മേലെ വീണ്ടും പണിയെടുക്കാനുള്ള ചുമതല, പണിയെടുക്കേണ്ടത് ഏതിന്റെ മേലെ? ഇതിന്റെ മേലെയാണ്, ഇതിന്റെ അനുബന്ധമാണ്, അല്ലാതെ ഇതിനെ തകർത്തുകൊണ്ടല്ല. ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഭൂമി വളരെ മനോഹരമാണ്. മഴ പെയ്യുന്നുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്, ആളുകൾ കുളിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, കാലികളും മനുഷ്യരും വളരുന്നുണ്ട്, സസ്യലതാദികൾ തഴച്ചു വളരുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള മണ്ണിനെ നിങ്ങൾ മലിനപ്പെടുത്തരുത്, അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഡയമെൻഷനുകളിൽ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്തഅമറക്കും ഫീഹ, നിങ്ങളെ അവനത് ഏൽപ്പിച്ചിട്ടുണ്ട്, അമാനത്താണ്. അത് അത്രയും മനോഹരമായ, അത് മനോഹരമായിരിക്കുന്നത് നാം ആകാശത്ത് നിന്ന് മഴ പെയ്യിച്ചു. ഫസലക്കഹു യനാബിഅ ഫിൽ അർദ്, അതിനെ പല വഴിക്ക് അങ്ങനെ തിരിച്ചുവിട്ടു. മഴവെള്ളം മലവെള്ളമായിട്ട് പല വഴിക്ക് അങ്ങോട്ട് തിരിച്ചുവിടുകയാണ്. സുമ്മ യഖ്റുജു ബിഹി സറഅൻ മുഖ്തലിഫൻ അൽവാനു, എന്നിട്ട് അതിൽ നിന്ന് മുളപ്പിച്ചു നാം പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ. ഇതാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള മനോഹരമായൊരു ഗ്രാമം നമ്മളൊന്ന് സങ്കല്പിക്കുക. ജീവദായിനിയായിട്ടുള്ള വെള്ളം, മധുരോദാരമായ വെള്ളം. മാത്രവുമല്ല അവിടുത്തെ ആളുകൾക്കിടയിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു, പഴമക്കാർക്കിടയിൽ, ആസ് ലോങ് ആസ് ദ സ്പ്രിംഗ് ഈസ് പ്യുവർ അവർ വില്ലേജ് വിൽ ലിവ്. ഈ ഒഴുക്കുണ്ടല്ലോ, ഈ അരുവി, അത് എത്രത്തോളം കാലം ശുദ്ധമായിരിക്കുന്നുവോ അത്രത്തോളം കാലം ജീവിക്കും നമ്മൾ. അതിന് അശുദ്ധി വന്നാലും ജീവിക്കും, നമ്മളൊക്കെ ജീവിക്കുന്നില്ലേ? പക്ഷേ ഇവിടെ വിൽ ലിവ് എന്ന് പറയുമ്പോൾ, വില്ലേജ് വിൽ ലിവ് എന്ന് പറയുമ്പോൾ ആ ഒരു കൾച്ചർ അതിൻ്റെതായ സൗന്ദര്യത്തിൽ, അതിൻ്റെതായ പരിശുദ്ധിയിൽ നിലനിൽക്കുമെന്നാണ്. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ വെള്ളം ശുദ്ധമായിരിക്കണം എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ജനങ്ങൾക്കിടയിലുള്ള നേതാക്കന്മാരുണ്ട്. നമ്മൾ ഖുലഫാ റാഷിദീനൊക്കെ പറയുന്നത് പോലെ പെട്ടെന്നൊരു നാൾ ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക് വഴിമാറിയതുപോലെ ഒരു ഗ്രാമത്തലവൻ അങ്ങ് ഉയർന്നു വന്നു. അയാള് ഗ്രാമത്തിൽ നിന്ന് വേറിട്ട് മലമുകളിൽ ഒരു വലിയ കോട്ടയുണ്ടാക്കി.
ആ കോട്ടക്കകത്ത് താമസിക്കുന്നു. അയാൾക്ക് മണ്ണുമായി ബന്ധമില്ല. നേരത്തെയുള്ള ഗ്രാമത്തലവന്മാർ, നേതാക്കൾ അങ്ങനെ ആയിരുന്നില്ല. ഇവരുടെ കൂടെ പണിയെടുത്തിരുന്നു. ദുൽഖർനൈൻ അഈനൂനി ബി ഖുവ്വ, നിങ്ങൾ എൻ്റെ കൂടെ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പണിയെടുക്കാം എന്ന് രാഷ്ട്ര പുനർനിർമ്മാണത്തെ സംബന്ധിച്ച്, സമൂഹ പുനർനിർമ്മാണത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഖുർആനാണ്. അതുപോലെയായിരുന്നു നേതാക്കൾ. അങ്ങനെയാണ് ഉമറും അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ജീവിച്ചത് എന്ന് കാണാൻ സാധിക്കും. ആ പറയുന്ന എല്ലാ തരത്തിലുള്ള നന്മയുടെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട്. അപ്പൊ അതിനിടയിലാണ് ഒരു വലിയ രാജാവ് വന്നിട്ട് വലിയ കൊട്ടാരണ്ടാക്കി. അയാൾക്ക് മണ്ണുമായി യാതൊരു ബന്ധവുമില്ല, മണ്ണിൽ അയാൾ അധ്വാനിക്കില്ല. പകരം റോഡിന് നികുതി ചുമത്തിയും ട്രേഡ് പോസ്റ്റുകൾ സ്ഥാപിച്ചും നിയന്ത്രിച്ചും സമ്പത്തും അധികാരവും കൈയടക്കുകയാണ് അയാൾ ചെയ്തത്. എന്നിട്ട് അതിൽ നിന്ന് ജീവിക്കുകയാണ്. ഇതൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് സ്വന്തമാക്കിക്കൊണ്ട്. അയാൾക്ക് കുറെ അഡ്വൈസർമാരുണ്ടായിരുന്നു. അഡ്വൈസർമാര് നല്ലതാ, അംറുഹും ഷൂറാ ബൈനഹും എന്ന് ഖുർആൻ പറയുന്നതല്ലേ. പക്ഷെ അതേസമയം ആധുനിക കാലത്തുള്ള രാഷ്ട്രീയ സാമ്പത്തിക അഡ്വൈസർമാരെ പോലെയല്ല ഖുർആനിലെ ഷൂറ. ഖുർആൻ ഷൂറ നിർദ്ദേശിച്ചത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനാണെങ്കിൽ, ഇപ്പോഴത്തെ അഡ്വൈസർമാർ ലാഭത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അഡ്വൈസർമാർ ചുറ്റിലും കൂടിയിട്ട് ഈ നേതാവിനോട് പറഞ്ഞു, ഈ അധികാരിയോട് പറഞ്ഞു, നമ്മളെന്തിനാ ഇങ്ങനെ ഈ ധാന്യത്തിന്റെയും തുണിയുടെയും ഒക്കെ വ്യാപാരത്തിന് നികുതി ചുമത്തുക മാത്രം ചെയ്യുന്നത്? അതൊക്കെ വഴിക്ക് നടന്നോട്ടെ, പക്ഷെ ഇതിന്റെ ഒക്കെ കാരണം വെള്ളമാണല്ലോ. കൊടുമുടിയിൽ നിന്ന് ഉറവ പൊട്ടി ഒഴുകുന്ന വെള്ളമാണ്. അതിന്റെ മേലെ നമുക്കൊന്ന് പിടിമുറിക്കാലോ. യഥാർത്ഥത്തിൽ അതും രാജാവിൻ്റെതല്ലേ. അതാണ് ഫിറഔനിനെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഫിറഔൻ എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ, ഈ പറയുന്ന ഒരു ഏകാധിപത്യത്തിന്റെ ഖുർആനിലെ ആർക്കിടൈപ്പാണ്. എന്താണ് ഫിറഔൻ പറഞ്ഞത്? വയാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ, അല്ലയോ ജനമേ, ഈ മിസ്റിന്റെ പരമാധികാരം എനിക്കുള്ളതല്ലയോ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ പുഴകളൊക്കെ എന്റെ കാലിനടിയിലൂടെ അല്ലേ ഒഴുകുന്നത്? അഫലാ തുബ്സിറൂൻ, പടച്ചോൻ ചോദിക്കുന്ന പോലെ ഫിറഔൻ ചോദിച്ചു കളഞ്ഞു. ഖുർആനാണ് സാധാരണ നമ്മളോട് ചോദിക്കൽ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? ഇത് ഫിറഔൻ ചോദിച്ചു കളഞ്ഞു. കാരണം ഫിറഔൻ പ്രഖ്യാപിച്ചത് തന്നെ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നല്ലേ, ഞാനാണ് നിങ്ങളുടെ പരമോന്നതനായ നേതാവ്. അങ്ങനെ ഈ ഫിറഔനിന്റെ ക്രമസമാധാന പാലകരും അതിർത്തി സംരക്ഷകരുമായിട്ടുള്ള പോലീസും പട്ടാളവും ഒക്കെ മലമുകളിൽ അങ്ങനെ നിരന്നു. അഥവാ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണങ്ങൾ. അവര് നീരുറവ തടഞ്ഞില്ല, കലാപം ഭയന്നിട്ട്. ക്രമപ്രവൃത്തമായിരുന്നു പ്രവർത്തനങ്ങൾ. ആളുകൾക്ക് മനസ്സിലായില്ല. ഈ ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. തവളയെ ചൂടുവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് ചാടി രക്ഷപ്പെടും. എന്നാൽ തവളയെ വെള്ളത്തിലിട്ടിട്ട് വെള്ളം സാവകാശം ചൂടാക്കിയാലോ? ഇതിനാണ് ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രോം എന്ന് പറയുക. ഇതുപോലുള്ളൊരു പരിപാടി പതുക്കെ പതുക്കെ പൈപ്പുകളും ചാനലുകളും ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് അത് നേരെ ഈ കോട്ടക്കകത്തുള്ള ഒരു ഹോൾഡിംഗ് ടാങ്കറിലേക്ക് ഇങ്ങനെ തിരിച്ചുവിട്ടു. ഇത് പതുക്കെ പതുക്കെ ചെയ്യുന്നതിനനുസരിച്ച് ഈ നദിയുടെ ഓരോ ഒഴുക്കും തടയപ്പെട്ടു. പക്ഷെ പതുക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് ഇത് മനസ്സിലായില്ല. അങ്ങനെ ഈ ഹോൾഡിംഗ് ടാങ്കറിൽ നിന്ന് അവസാനം ഇതെല്ലാം അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നൊരു പൈപ്പ് വില്ലേജ് സ്ക്വയറിലേക്ക് ഇട്ടിട്ട് ഒരൊറ്റ ടാപ്പ്. ആ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇരുമ്പ് ടാപ്പാണ്. ഇരുമ്പിന്റെ ചുവയുണ്ടാവും. അപ്പൊ ഗ്രാമവാസികൾക്ക് ആകെ ആശയക്കുഴപ്പത്തിലായി. പഴയ വഴികളൊക്കെ നോക്കിയപ്പോഴേക്ക് അതൊക്കെ അടഞ്ഞു വരുന്നു. ആ സമയത്ത് തിരിച്ചറിയാത്തത് കൊണ്ട് അതൊക്കെ വറ്റിപ്പോയി. പിന്നെ ആകെ ഉള്ളത് ഈ ടാപ്പാണ്. മാത്രവുമല്ല, വില്ലേജ് സ്ക്വയറിലേക്ക് വരാൻ അധികാരികൾ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നാൽ കൂടുതൽ ശുദ്ധമാണ്, കൂടുതൽ സുരക്ഷിതമാണ്, കൂടുതൽ സൗകര്യപ്രദമാണ്. പക്ഷെ ചെറിയൊരു ഫീസ് തരേണ്ടി വരും. അങ്ങനെ ഈ ലോഹരുചിയുള്ള ഇരുമ്പിന്റെ ചുവയുള്ള വെള്ളം പതുക്കെ പതുക്കെ അവരുടെ ശീലമായി മാറി. അവർ വിചാരിക്കാൻ തുടങ്ങി വെള്ളത്തിന്റെ ടേസ്റ്റ് അത് തന്നെയാണ്, വെള്ളത്തിന്റെ രുചി അത് തന്നെയാണ് എന്നവർ വിചാരിക്കാൻ തുടങ്ങി. മറുഭാഗത്താണെങ്കിൽ പ്രഭുവിന്റെ ഈ സമ്പത്തും അധികാരവും ഒക്കെ വർദ്ധിച്ചു വന്നു. ആ സമയത്താണ് കുറച്ചാളുകൾ, നബിമാരായിട്ട് അമ്പിയാക്കളായിട്ട് കുറച്ചാളുകൾ പറഞ്ഞു, ഇത് ശരിയല്ല. ഈ ജലം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഫിത്രയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. കാരണം അത് ശുദ്ധമാണ്, സ്ഫടികം പോലെ തെളിഞ്ഞതാണ്. മനുഷ്യന്റെ ഫിത്ര, അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തുല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹ എന്ന് ഖുർആൻ പറഞ്ഞ ആ ഫിത്രയുണ്ടല്ലോ, ആ ഫിത്രയാണ്. മാത്രവുമല്ല, ആ വെള്ളം എല്ലാവരുടെയും അവകാശമാണ്. അത് സ്വതന്ത്രമായി ഒഴുകണം, ശുദ്ധമായി ഒഴുകണം. പ്രതികരണങ്ങൾ അതിന് വളരെ മാരകമായിരുന്നു. പോലീസും പട്ടാളവും ഒക്കെ അതിനെ എതിർക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഗ്രാമത്തില്
ധാരാളം ആളുകൾ അന്നേരം ഈ പ്രവാചകന്മാരോട് പറഞ്ഞു, വെള്ളം എന്തായാലും കിട്ടുന്നില്ലേ, എവിടെ നിന്നാ വരുന്നതെന്നുള്ളതിന് എന്ത് പ്രസക്തിയാണുള്ളത്, പിന്നെ അതിന് ടേസ്റ്റ് എന്താണ് എന്നുള്ളതിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്. അങ്ങനെ പ്രവാചകന്മാർ പിന്തള്ളപ്പെട്ടു എന്നുള്ളത്, അഥവാ അവർ സ്വീകരിക്കപ്പെട്ടില്ല. പതുക്കെ പതുക്കെ ഈ രാജാവ് തൻ്റെ അതിർത്തി വിപുലമാക്കാൻ, അടുത്ത ഗ്രാമങ്ങളിലും ഇതുപോലുള്ള പുഴകളുണ്ട്, അതിനെയൊക്കെ സ്വന്തമാക്കാനുള്ള ശ്രമവും നടത്തി തുടങ്ങി. ഇവിടെ സൂചിപ്പിച്ചു, ഈ അരുവിയാണ് മനുഷ്യന്റെ ഫിത്ര, ഇതിന്റെ ഒഴുക്ക് സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഫിത്രത്തല്ലാഹില്ലത്തി ഫത്രന്നാസ് അലൈഹ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് നേരെ മുഖം തിരിച്ചു നിൽക്കണം. അത് ഈ ഫിത്രയാണ്. നിങ്ങൾ ഏത് ഫിത്രയിലാണോ അള്ളാഹു സൃഷ്ടിച്ചത് അതാണ് ഇത് എന്ന് പറയാം. അതിന്റെ മേലുള്ള കൈകടത്തൽ എന്ന് പറയുന്നത് ലുൽമാണ്. ലുൽമിന്റെ അർത്ഥമൊക്കെ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ആ ലുൽമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അധിനിവേശം, അധികാരം എന്നൊക്കെ പറയും. അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെയാണ് വലിയ പ്രമാണിമാരും സാധാരണക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളും ഒക്കെ സൃഷ്ടിക്കപ്പെടും. ഇത് നമ്മുടെ ഈ പറയുന്ന അരഗൻസിന്റെ ഐഡിയോളജികൾ, അഹങ്കാരത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ എന്ന പരമ്പരയിലെ ഒരടുത്ത ഭാഗം. സാമ്പത്തികമായ സംഗതികളൊക്കെ കഴിഞ്ഞിട്ട് അതും കൂടി ഉൾപ്പെടുന്ന വിധത്തിൽ മനുഷ്യനെ ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ്, അതുമായി ബന്ധപ്പെട്ട ഖുർആനിക അധ്യാപനങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നീതി എന്ന സങ്കല്പം നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതാണെന്നേ. ഖുർആനിൽ അങ്ങേയറ്റത്തെ ആത്മീയതയൊന്നും കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പോലും ഉണ്ട്. ഖുർആൻ ഫവൈലുൽ മുസല്ലീൻ എന്ന് പറയുന്നുണ്ട്, നിസ്കരിച്ചോ നരകത്ത് പോകുമെന്ന് പറയുന്നുണ്ട്. ഒരു സാധാരണ ആത്മീയ മതഗ്രന്ഥാണെങ്കിൽ അങ്ങനെ പറയുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിസ്കരിച്ചോ നരകത്ത് പോകും. എന്തുകൊണ്ടാ? മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ നാട്ടുകാരുടെ, തൻ്റെ ജനങ്ങളുടെ ആത്മീയ പേക്കൂത്ത് കണ്ടപ്പോൾ അവരങ്ങനെ മതിമറന്നിട്ട് ആഘോഷത്തിലാണ് ഒരു പശുക്കുട്ടീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന അള്ളാഹുവിന്റെ കലാമാണ്, ഒരൊറ്റ ഏറെറിഞ്ഞായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അത്രയും ദേഷ്യം പിടിക്കാവോ എന്നുള്ളൊരു പ്രശ്നമില്ലേ യഥാർത്ഥത്തിൽ? പ്രവാചകന്മാര് ശാന്തരായിട്ട് യംശൂന അലൽ അർദി ഹൗനൻ എന്ന് പറയുന്നതിന് എതിരാവോ? അത് ആവില്ലല്ലോ. ദേഷ്യം പിടിക്കാനുള്ള ശേഷി പടച്ചോൻ വെറുതെ തന്നതല്ല, പക്ഷെ അത് കെട്ടിയോളം വെക്കിട്ട് കയറാനുള്ളതല്ല. അത് അയൽക്കാരനോട് പകവെച്ച് പുലർത്താനുള്ളതും അല്ല, മറിച്ച് അത് അനീതിക്കെതിരെ പ്രതികരിക്കാൻ, അതിനുവേണ്ടിയാണ് ദേഷ്യം പിടിക്കാനുള്ള ശേഷി. ദേഷ്യം പിടിച്ചിട്ട് കയ്യിലുള്ള കിതാബ് താവോട്ട് വലിച്ചെറിഞ്ഞു പോയി. എമ്മാതിരി ദേഷ്യമായിരിക്കും അത്. എത്ര ദേഷ്യം പിടിച്ചാലും കയ്യിലുള്ള ഖുർആൻ നമ്മൾ താവോട്ട് വലിച്ചെറിയോ? അപ്പൊ അത്രത്തോളം ദേഷ്യം പിടിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ ഒരിക്കലും സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസിയല്ലെന്ന് ഉറപ്പല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ലോകത്തോട്, അതിലെ തിന്മകളോട്, അധർമ്മത്തോട് പ്രതികരിക്കാനാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ ദൗത്യം അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകറാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള മാനങ്ങളുണ്ട്. അതേ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്ന ശക്തികളെ വിജയിപ്പിക്കുകയും ഇസ്ലാമിന്റെ ദീനിനെ, അതിന്റെ ഗുണങ്ങളെ ലോകത്ത് സ്ഥാപിക്കുകയും എല്ലാ ദുരധികാര ശക്തികളെയും തകർക്കുകയും ചെയ്യുമാറാകട്ടെ.